എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് 2-3 ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്. അതേപോലെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് അളവിൽ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഈസ്റ്റാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അര ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്തായാലും ഇളം ചൂടുള്ള പാല് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല, നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഇളം ചൂടുള്ള പാലിൽ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു പാല് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലുള്ളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പുളിപ്പിച്ച് മാറ്റിയിട്ടുള്ള ഈ ഒരു പാല് മൈദാമാവിലോട്ട് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ മാവ് എന്ന് പറയുന്നത്. എങ്കിലും നമ്മൾ വിചാരിച്ച രീതിയിലുള്ള സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടൊരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇച്ചിരി ഓയിലൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് ഞാനിതുപോലെ അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു റെസ്റ്റ് വെക്കാൻ പോകുന്ന ആ ഒരു സമയം കൊണ്ട് മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ മാവിൻ്റെ മുകളിൽ നന്നായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക കേട്ടോ. ഒരിക്കലും തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാവ് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാവ് പൊങ്ങി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലുള്ളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നിങ്ങളുടെ ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു തേങ്ങയിലോട്ട് 2 പച്ചമുളക് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ ഇപ്പോൾ ഇവിടെ മക്കളുള്ളത് കൊണ്ട് 2 പച്ചമുളക് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് മല്ലിയില. മല്ലിയില ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെ ഉപയോഗിക്കുക. അപ്പോഴേ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റ് പരുവത്തിൽ അരയണം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള മസാല ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലുള്ളൊരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതിലോട്ട് സവാള വഴണ്ടി കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. സവാളയുടെ കളറ് ഒരുപാട് മാറി ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഇട്ട് കൊടുത്തിട്ടുള്ള സവാള അത്യാവശ്യം ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഒരു കുഞ്ഞു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തക്കാളിയുടെ കൂടെ തന്നെ മസാലക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത്. കൂടുതൽ പൊടികളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറുന്ന വഴി നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ചൂട് മാറാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് എൻ്റെ മൈദാമാവ് കറക്റ്റ് ഒരു 2.5 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എന്തുകൊണ്ട് എൻ്റെ ഫോണിൽ റെക്കോർഡായില്ല കേട്ടോ, സോറി.
അപ്പോൾ ആ ഒരു പൊങ്ങി വന്ന മൈദാമാവിൽ നിന്നും പകുതി മാവ് എടുത്തിട്ട് നമുക്കിതുപോലെ ചപ്പാത്തി പലകയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓയിൽ തേക്കുക, എങ്കിലും നമുക്ക് മൈദാമാവ് നന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൂടാതെ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മളിത് എണ്ണയിലോട്ട് ഇടുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി കട്ടിയിൽ, അതായത് ചപ്പാത്തി നമ്മൾ പരത്തിയെടുക്കുമല്ലോ, അതിനേക്കാൾ ഇച്ചിരി കട്ടിയിൽ വേണം നമ്മൾ ഈ ഒരു മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മാവ് അധികം നൈസ് അല്ലാതെ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫില്ലിങ്ങിനായിട്ട് ഞാൻ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ ഹാഫ് ആക്കാനായിട്ട് പാടില്ല, നൈസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് മുട്ട കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് അങ്ങോട്ട് പൊട്ടിപ്പോകും. അതുകൊണ്ട് നൈസായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി അടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഫില്ലിങ് ഓരോന്നായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തേക്കാം. പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു മാവിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു സൈഡിലായിട്ട് ആദ്യം തന്നെ നമുക്ക് മസാല വെച്ച് കൊടുക്കാം കേട്ടോ. എപ്പോഴും ഫില്ലിങ് വെക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് വെക്കേണ്ട. ഒരുപാട് വെക്കുന്ന സമയത്ത് നമ്മളിത് എണ്ണയിലോട്ട് ഇടുമ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാത്രമായിട്ട് വെച്ച് കൊടുത്താൽ മതി. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് മുട്ട നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി മുട്ടയുടെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് കെച്ചപ്പ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കെച്ചപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് മയോണൈസാണ് വേണമെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫില്ലിങ്സ്. ഞാനിത് ഇതുപോലെ അങ്ങോട്ട് എല്ലാ സൈഡിലും ഓരോന്നായിട്ട് കുറച്ചായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാവിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് ഈ ഒരു രീതിയിൽ നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഫില്ലിങ്സ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലുള്ള ഒരു പാത്രം ഉപയോഗിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പുണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇതുപോലുള്ളൊരു പാത്രം വെച്ചിട്ട് എല്ലാം അങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനിത് ഒരു തവണ കൂടി കാണിച്ചു തരാം കേട്ടോ. കുറച്ച് മൈദാമാവ് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിങ്ങളിഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള മാവ് കൊണ്ട് അതേ രീതിയിൽ ഒന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ കുപ്പിയുടെ അടപ്പോ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് ഇത് പതുക്കെ കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുത്തതിന് ശേഷം സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിലോട്ട് ഇടുന്ന ആ ഒരു സമയത്ത് ഇത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകും, ഫില്ലിങ്സ് എല്ലാം കൂടി പുറത്തോട്ട് വരും. അതുകൊണ്ട് നന്നായിട്ട് കെയർ ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയൊരു പാത്രത്തിൽ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആയിരിക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ ഇത് പുറം ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കളർ മാറുകയും ചെയ്യും, എന്നാൽ ഉള്ളൊട്ടും വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്നാക്ക് നന്നായിട്ട് 2 വശവും മൊരിഞ്ഞ് ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ എല്ലാം ഞാൻ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇത് സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ്. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ കെച്ചപ്പ് ഉണ്ടല്ലോ, അതും കൂടിയാണ് കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയുടെ ഇടയിൽ കിട്ടുന്ന ഒരു ഇളം മധുരമുള്ള ഒരു കെച്ചപ്പ്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഉറപ്പായിട്ടും എന്തായാലും ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.